ഹലോ അമിഗോസ്. അങ്ങനെ നമ്മുടെ മലയാളം സിനിമയുടെ ബ്രാൻഡായി മാറിയ 2013 ഇറങ്ങിയ ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ 3-ാം ഭാഗം ദൃശ്യം 3 ഇന്നലെ ഞാൻ കണ്ടു. ഞാനൊരു റിവ്യൂവർ ഒന്നുമല്ല, പക്ഷേ ഹോണസ്റ്റ്ലി എനിക്ക് ഈ പടം വർക്കായിട്ടില്ല. ശരിക്കും വെറുതെ ആളെ പറ്റിക്കാൻ ഒരു സ്ക്രിപ്റ്റ്, ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നിയത്. ജിത്തു ജോസഫ് പലതവണ പറഞ്ഞു ഈ മൂവി എക്സ്പെക്റ്റ് ചെയ്യരുതെന്ന്. പക്ഷേ അങ്ങനെ പറയാൻ പുള്ളിക്ക് യാതൊരു റൈറ്റ്സും ഇല്ല. കാരണം 4 രാജ്യങ്ങളിലായി 7ലധികം ലാംഗ്വേജസിലായി റീമേക്ക് ചെയ്യപ്പെട്ട ഏക മലയാളം സിനിമയാണ് ദൃശ്യം. ഇപ്പോഴും കൊറിയൻ, സ്പാനിഷ് റീമേക്കിൻ്റെ ഡിസ്കഷൻ ഓൺഗോയിങ് ആണ്. സോ അങ്ങനെ ഒരു ബ്രാൻഡായ മലയാളം സിനിമ, ഐക്കോണിക് ക്യാരക്ടറായ ക്ലാസിക് ക്രിമിനലായ ജോർജ് കുട്ടി, പിന്നെ മലയാളിയുടെ അഹങ്കാരമായ ലാലേട്ടൻ, എസ്പെഷ്യലി പുള്ളിയുടെ ബർത്ത്ഡേക്കാണ് ഈ പടം റിലീസായത്. സോ മോസ്റ്റ് പ്രോബബ്ലി എക്സ്പെക്റ്റ് ചെയ്തു പോകും ആരാണെങ്കിലും. എക്സ്പെക്റ്റ് ചെയ്തതെന്ന് പറയുന്നത് തന്നെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ജിത്തു ജോസഫ് ഈ സിനിമയ്ക്ക് കുടുംബ വിളക്കെന്നോ ജോർജ് കുട്ടിയും പെൺമക്കളെന്നോ ഒക്കെ സിനിമയ്ക്ക് ടൈറ്റിൽ കൊടുത്തിരുന്നെങ്കിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു. ഒരു മാസ് ഓഡിയൻസ് കാരണം ബോക്സ് ഓഫീസിൽ കളക്ഷൻ റെക്കോർഡ് കിട്ടിയെന്നും പറഞ്ഞിട്ട് ഈ പടം നല്ലതെന്ന് പറയാൻ എനിക്ക് പറ്റില്ല. ഈ പറയുന്ന ലാലേട്ടൻ ഫാൻസും മാസ് ഓഡിയൻസും തന്നെ ഇന്ന് കൾട്ട് ക്ലാസിക് സ്റ്റാറ്റസ് ഉള്ള പല ലാലേട്ടൻ പടങ്ങളും 8 ഇല പൊട്ടിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ദേവദൂതൻ, വന്ദനം, ഗുരു, സീസൺ, ഒളിമ്പ്യൻ അന്തോണി ആദം, ഉദയോൺ. സോ മൈ സജഷൻ, ദൃശ്യം ഫ്രാഞ്ചൈസി ഇവിടെ കൊണ്ട് നിർത്തണം. അല്ലെങ്കിൽ പുള്ളി ഒരു 350-500 എപ്പിസോഡുള്ള സീരിയലായിട്ട് ഏഷ്യാനെറ്റിൽ വൈകുന്നേരം 4 മണിക്കോ 7 മണിക്കോ എല്ലാം റിലീസാക്കണം. പക്ഷേ അത് ലാലേട്ടനെ മാത്രം അതിലേക്ക് വലിച്ചഴക്കരുത്.